ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാമിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്, അതായത് ഈ എക്സാമിന്റെ സിലബസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് 5 മൊഡ്യൂളുകളാണ്. ഓക്കെ, അതിലൊരു ഇമ്പോർട്ടന്റ് മൊഡ്യൂളാണ് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, അതിൽ പ്രധാനമായും 4 പവർ ട്രാൻസ്മിഷൻ സിസ്റ്റങ്ങളാണ് നമുക്ക് ഈ എക്സാം ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബെൽറ്റ് ഡ്രൈവ്, സെക്കൻഡ് വൺ ഗിയർ ഡ്രൈവ്, ആൻഡ് തേർഡ് വൺ ചെയിൻ ഡ്രൈവ്, ആൻഡ് ഫോർത്ത് വൺ റോപ്പ് ഡ്രൈവ്. ഓക്കെ, ഈ എക്സാമിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നും നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഓൾറെഡി ഈ എക്സാം ഒരുപാട് ഡിലേ ആയിട്ടാണ് നമുക്ക് ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ PSC എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ എന്ന് നോക്കാം. ഓക്കെ, അത് നമുക്ക് എന്താണ് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്ന് നോക്കാം. മൂവ്മെന്റ് ഓഫ് മെക്കാനിക്കൽ എനർജി ഫ്രം ഇറ്റ്സ് പ്ലേസ് ഓഫ് ജനറേഷൻ ടു വേർ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു പെർഫോം യൂസ്ഫുൾ വർക്ക്. ഓക്കെ, മെക്കാനിക്കൽ എനർജി നമ്മൾ ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ആ എനർജി നമുക്ക് എവിടെയാണോ ആവശ്യം, അല്ലെങ്കിൽ എങ്ങോട്ടാണോ ആ എനർജി ആവശ്യം, അങ്ങോട്ട് ആ എനർജിയെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിക്കൽ എനർജി ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ആ എനർജി എങ്ങോട്ടാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമുക്ക് കൈമാറ്റം ചെയ്യേണ്ടത്, ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായും 4 തരത്തിലാണ് ഇത് കൈമാറ്റം ചെയ്യുന്നത്. 1 ബെൽറ്റ് ഡ്രൈവ്, 2 ഗിയർ ഡ്രൈവ്, 3 ചെയിൻ ഡ്രൈവ്, ആൻഡ് 4 റോപ്പ് ഡ്രൈവ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. When the power has to be transmitted for a longer distance, dash drive is used. KWയുടെ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 4 ഡ്രൈവുകളിൽ ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക്, ദൂര സ്ഥലത്തേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏത് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓക്കെ, ഈ 4 ഡ്രൈവുകളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഗിയർ ഡ്രൈവ്. ഇതാണ് ഗിയർ ഡ്രൈവിന്റെ ഒരു ആനിമേഷൻ വീഡിയോ. ഈ വീഡിയോ ആനിമേഷൻ നോക്കി നമുക്ക് കാണാം. ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 2 ഗിയറുകൾ തമ്മിൽ മെഷ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഗിയർ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. അതായത് ഷോർട്ടർ ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രൈവ് ആണ് ഗിയർ ഡ്രൈവ്. അത് PSC റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോർട്ടർ ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഗിയർ ഡ്രൈവ് ആണ്. നെക്സ്റ്റ് ചെയിൻ ഡ്രൈവ്. ചെയിൻ ഡ്രൈവ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന്റെ ബേസിക് എക്സാമ്പിൾ ആണ് നമ്മൾ സൈക്കിളിന്റെ പെഡലിൽ നമ്മൾ കൊടുക്കുന്ന പവർ അതിന്റെ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ചെയിൻ ഉപയോഗിച്ചാണ് അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ചെയിൻ ഡ്രൈവിന്റെ അടിസ്ഥാന ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി പൊടിപ്പിക്കുന്ന ഫ്ലോർ മില്ലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് ഒരുപാട് ബെൽറ്റുകൾ. ഓക്കെ, അപ്പോൾ ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഷോർട്ടർ ഡിസ്റ്റൻസിലേക്കാണെങ്കിൽ അത് ഗിയർ ഡ്രൈവ്. ഇതൊരു മീഡിയം ഡിസ്റ്റൻസുകളിലേക്കാണ് നമ്മൾ ചെയിൻ ഡ്രൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, second question. The ratio of the speed of the driven pulley to the speed of the driver pulley is defined as. Okay, അപ്പോൾ അത് നമുക്ക് എന്താണ് ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് നോക്കാം. ഓക്കെ, മെക്കാനിക്കൽ എനർജി ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ബെൽറ്റ് ഡ്രൈവിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായും 2 പുള്ളികളാണ്. ഒരു പുള്ളി നമ്മൾ ഡ്രൈവർ പുള്ളി എന്ന് പറയും, മറ്റേ പുള്ളി നമ്മൾ ഡ്രിവൺ പുള്ളി എന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഡ്രൈവർ പുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ എവിടുന്നാണ് പവർ ലഭിക്കുന്ന പുള്ളി, അതായത് പവർ ലഭിക്കുന്ന ആ പുള്ളിയെ നമ്മൾ എന്ത് പറയും, ഡ്രൈവർ പുള്ളി എന്ന് പറയും. ഓക്കെ, ഈ ഡ്രൈവർ പുള്ളിയിൽ നിന്നുള്ള പവറിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേറൊരു സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യേണ്ടത്. ആ കൈമാറ്റം ചെയ്യപ്പെടേണ്ട സ്ഥലത്തുള്ള പുള്ളിയെ നമ്മൾ എന്ത് പറയും, ഡ്രിവൺ പുള്ളി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡ്രൈവർ പുള്ളി എന്നാൽ കറക്കുന്ന പുള്ളിയാണ് ഡ്രൈവർ പുള്ളി, കറങ്ങപ്പെടുന്ന പുള്ളിയാണ് എന്ത്, ഡ്രിവൺ പുള്ളി. ഡ്രൈവർ പുള്ളിയുടെ റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ആ പുള്ളിയെ നമ്മൾ എന്ത് പറയാം, ഡ്രിവൺ പുള്ളി എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ഡ്രൈവർ പുള്ളിയിലുള്ള പവർ ഡ്രിവൺ പുള്ളിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത്
ബെൽറ്റ്. ഓക്കെ, അതിന് അത്തരം സിസ്റ്റങ്ങളെ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന പ്രത്യേകത വെച്ചാൽ ഈ ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ താഴത്തെ സൈഡിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്നും മുകളിലെ സൈഡിനെ നമ്മൾ സ്ലാക്ക് സൈഡ് എന്ന് പറയും. മുകളിലത്തെ സൈഡ് കുറച്ച് താഴത്തേക്ക് സാഗ് ആയിട്ടാണ് നിൽക്കുക, കുറച്ച് ലൂസ് ആയിരിക്കും. താഴത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ഡ്രിവൺ പുള്ളി ടു ദ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി. ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളിയും തമ്മിലുള്ള സ്പീഡ് റേഷ്യോ നമ്മൾ എന്താണ് പറയുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, വെലോസിറ്റി റേഷ്യോ എന്നാണ് ഡ്രിവൺ പുള്ളിയുടെയും ഡ്രൈവർ പുള്ളിയുടെയും സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ നമ്മൾ എന്താ പറയുന്നത്? വെലോസിറ്റി റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഇക്വേഷൻ വെലോസിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് d1n1 is equal to d2n2. ഓക്കെ, d1n1 equal to d2n2. അപ്പൊ d1 എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി. ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്ററിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ d1 എന്ന് പറയുന്നത്. d2 എന്ന് പറഞ്ഞാൽ ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ. ഓക്കെ, സെയിം അതുപോലെ തന്നെ n1 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ പുള്ളി. ഡ്രിവൺ പുള്ളി എത്ര RPM-ലാണ് കറങ്ങുന്നത് അതിന് നമ്മൾ n1 എന്ന് പറയും. അതുപോലെ തന്നെ n2 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി. ഓക്കെ, അപ്പോൾ ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളിയും തമ്മിലുള്ള സ്പീഡിന്റെ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ബെൽറ്റ്സ്. ഇതും KWയുടെ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെ കൂടെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് വേണ്ട ആളുകൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് ആയ വേറെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ബെൽറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ താഴെ കൊടുത്തിരിക്കുന്ന നാലെണ്ണത്തിൽ ഏതാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ സിങ്ക്, ഓപ്ഷൻ ബി കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി റബ്ബർ, ഓപ്ഷൻ ഡി കോപ്പർ. ഓക്കെ, പ്രധാനമായും 4 മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ബെൽറ്റ് നിർമ്മിക്കാറുള്ളത്. ഒന്ന് ലെതർ, 2 റബ്ബർ, 3 കോട്ടൺ ഓർ ഫാബ്രിക്, 4 ബലാറ്റ. ഓക്കെ, ഈ 4 മെറ്റീരിയലാണ് നമ്മൾ പ്രധാനമായും ബെൽറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി റബ്ബർ ആണ് ബെൽറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഓക്കെ, വേറെ PSCയുടെ ഭാഗത്ത് നിന്ന് കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആസിഡ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് മെറ്റീരിയൽ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബലാറ്റയാണ്. അതിന്റെ ആൻസർ ആസിഡ് പ്രൂഫ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് കണ്ടീഷനുകളിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബലാറ്റയാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക? ലെതർ, 2 റബ്ബർ, 3 കോട്ടൺ ഓർ ഫാബ്രിക്, 4th one ബലാറ്റ. ഓക്കെ, 4th question, a cross belt transmits. Option A more power than an open belt, option B less power than an open belt, option C power equal to an open belt, option D power that is more or less than open belt. ഓക്കെ, അപ്പൊ ഇത് ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രധാനമായും 5 തരത്തിലുള്ള ബെൽറ്റ് ഡ്രൈവ്സിനെ കുറിച്ചാണ് നമുക്ക് ഈ എക്സാം ബേസ് കൊണ്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, സെക്കൻഡ് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്, തേർഡ് വൺ ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്, ഫോർത്ത് വൺ ജോക്കി പുള്ളി ഡ്രൈവ് ആൻഡ് ഫിഫ്ത്ത് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്താന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഡ്രൈവർ പുള്ളി, ഡ്രിവൺ പുള്ളി. ഡ്രൈവർ പുള്ളിയിൽ നിന്ന് ഡ്രിവൺ പുള്ളിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഒരേ ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ അത് എന്ത് പറയും? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. ഓക്കെ, ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഒരേ ഡയറക്ഷനിൽ കറങ്ങുന്ന തരം ഡ്രൈവുകൾ നമ്മൾ എന്ത് പറയും? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്. ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിന് പ്രത്യേകം നോക്കിയാൽ കാണാം, ബെൽറ്റ് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഡ്രൈവർ പുള്ളിയുടെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ഡ്രിവൺ പുള്ളി റൊട്ടേറ്റ് ചെയ്യുക. അപ്പം സെയിം പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തന്നെയാണ് ഓപ്പൺ ബെൽറ്റും ക്രോസ്ഡ് ബെൽറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാകുമ്പോൾ എന്ത് ചെയ്യും? ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ക്രോസ്ഡ് ബെൽറ്റ് സിസ്റ്റം ആണെങ്കിൽ ഡ്രൈവർ പുള്ളിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഡ്രിവൺ പുള്ളി റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ്ഡ് ബെൽറ്റ് നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ
പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത് ബെൽറ്റ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രോസ്ഡ് ബെൽറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിനെ അപേക്ഷിച്ച് കൂടുതൽ പവർ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ആർക്ക് ഓഫ് കോണ്ടാക്ട്, അതായത് ബെൽറ്റും പുള്ളിയും തമ്മിൽ എത്രത്തോളം ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇതാ ഇവിടെ മുതൽ ഇത്രയും ദൂരം ഇവിടെ ഓപ്പൺ ബെൽറ്റിൽ ആർക്ക് ഓഫ് കോണ്ടാക്ട് ഉള്ളത്. എന്നാൽ ക്രോസ്ഡ് ബെൽറ്റ് സിസ്റ്റം നോക്കിയാൽ കാണുക ഇവിടെ മുതൽ എന്തുണ്ട് ഇവിടെ മുതൽ നമുക്ക് പുള്ളിയായിട്ട് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കൂടുതൽ പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്രോസ് ബെൽറ്റ് എന്ത് ചെയ്യും ഓപ്പൺ ബെൽറ്റിനേക്കാൾ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ക്രോസ് ബെൽറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബെൽറ്റിനേക്കാൾ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ മോർ പവർ ദാൻ ഓപ്പൺ ബെൽറ്റ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡ്രൈവർ പുള്ളിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക ഡ്രൈവൺ പുള്ളി റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഓപ്പൺ ബെൽറ്റിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും ക്രോസ്ഡ് ബെൽറ്റ് സിസ്റ്റത്തിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന് കാരണം എന്താണ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ക്രോസ്ഡ് ബെൽറ്റ് സിസ്റ്റത്തിൽ ഓപ്പൺ ബെൽറ്റ് സിസ്റ്റത്തിലേക്ക് അപേക്ഷിച്ച് കൂടുതലാണ്. കണ്ടോ ഇത്രയും ദൂരം നമുക്ക് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടുന്നുണ്ട് ഓപ്പൺ ബെൽറ്റിലാണെങ്കിൽ. ഇവിടെ മുതൽ ഈ ഹാഫ് സർക്കിളിന്റെ ദൂരം മാത്രമേ നമുക്ക് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടുന്നുള്ളൂ. ക്രോസ്ഡ് ബെൽറ്റ് ആണെങ്കിൽ ഇവിടെ മുതൽ തുടങ്ങിയിട്ട് മൊത്തം ഇത്ര വരെ നമുക്ക് അതിന്റെ റൊട്ടേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, next question. The length of belt drive used in cross belt drive is dash than that is used in an open belt. Okay, ക്രോസ് ബെൽറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഓപ്പൺ ബെൽറ്റിനെ കമ്പാരിറ്റീവ്ലി കൂടുതലാണോ കുറവാണോ ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ ഡബിൾ, ഓപ്ഷൻ ബി ഈക്വൽ, ഓപ്ഷൻ സി ലെസ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രേറ്റർ. ഓക്കെ, നമുക്ക് രണ്ട് ഫിഗർ ഉണ്ട്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെ ഫിഗറും ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ ഫിഗറും ഉണ്ട്. ഓക്കെ, അപ്പൊ സെയിം ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യുക. ഇവിടെ മുതൽ ഇവിടെ വരെയും ഇവിടെ മുതൽ ഇവിടെ വരെ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ക്രോസ് ബെൽറ്റ് ആണ്, ഇത് ഓപ്പൺ ബെൽറ്റ് ആണ്. ക്രോസ് ബെൽറ്റ് സിസ്റ്റത്തിന് എന്താണ് കൂടുതൽ ലെങ്ത് ഉള്ള ബെൽറ്റ് ആവശ്യമാണ്. കാരണം എന്താണ് ഇവിടെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ, ക്രോസ് ആയിട്ടാണ് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ബെൽറ്റ് നമുക്ക് ക്രോസ്ഡ് ബെൽറ്റ് സിസ്റ്റത്തിന് ആവശ്യമാണ്. വെൻ കമ്പാരിറ്റീവ്ലി ഓപ്പൺ ബെൽറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും സെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കേസിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരം കേസുകളിൽ ക്രോസ്ഡ് ബെൽറ്റിന് കൂടുതൽ ലെങ്ത് ഉള്ള ബെൽറ്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഇതിന് ഈ ഓപ്പൺ ബെൽറ്റിന്റെയും ക്രോസ് ബെൽറ്റിന്റെയും ബെൽറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത്രയും ലെവലിൽ നമുക്ക് AAA എക്സാമിന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാൽ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഓപ്പൺ ബെൽറ്റിനെ അപേക്ഷിച്ച് ക്രോസ് ബെൽറ്റ് സിസ്റ്റത്തിന് കൂടുതൽ ലെങ്തി ഉള്ള ബെൽറ്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ഗ്രേറ്റർ. ഓക്കെ, ഡബിൾ അല്ല ഗ്രേറ്റർ, അതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളൂ. പക്ഷെ ഡബിൾ ലെങ്ത് ഒന്നും വേണ്ട, ഇതിനേക്കാൾ ഓപ്പൺ ബെൽറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ ലെങ്ത് ഉള്ള ബെൽറ്റ് ആവശ്യമാണ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. Which type of belt drive you will provide for connecting two shafts whose axes are right angles to each other? Okay, അപ്പോൾ റൈറ്റ് ആംഗിൾസിൽ ഉള്ള ഷാഫ്റ്റുകൾക്ക് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബെൽറ്റ് ഇവിടെ ഓപ്പൺ എന്ന് വിളിക്കട്ടെ. ഓക്കെ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ് ബെൽറ്റ് ഡ്രൈവും പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ക്രോസ് ബെൽറ്റ് ഡ്രൈവും പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ്, വേറെ ഓപ്ഷനുകളൊന്നും ഇല്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് കോട്ട് ഔട്ട് ടേൺ ബെൽറ്റ് ഡ്രൈവ് ആണ് 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കോട്ട് ഔട്ട് ടേൺ ആണ് ആൻസർ. കോട്ട് ഔട്ട് ടേൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് ആണ് എന്ത് കോട്ട് ഔട്ട് ടേൺ ബെൽറ്റ് ഡ്രൈവ്. ഇതിൽ ചോദിച്ചു കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോട്ട് ഔട്ട് ടേൺ ബെൽറ്റ് ഡ്രൈവിൽ ഉപയോഗിക്കുന്ന പുള്ളി എന്താണ്. ഓക്കെ, ഏതാണ് പുള്ളി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്ത് അഡീഷണൽ ആയിട്ടൊരു പുള്ളി നമ്മൾ എക്സ്ട്രാ കൊടുക്കും. ആ പുള്ളി നമ്മൾ എന്ത് പറയും ഗൈഡ് പുള്ളി എന്ന് പറയും. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പുള്ളി നമ്മൾ എന്ത് പറയും
ഗൈഡ് പുള്ളി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് ആണ് എന്ത്? ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. ഇതിന് ഉപയോഗിക്കുന്ന പുള്ളിയാണ് എന്ത്? ഗൈഡ് പുള്ളി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓപ്പൺ ബെൽറ്റും ക്രോസ് ബെൽറ്റും പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് എന്താണ്? 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് യൂസ്ഡ് വെൻ. ഓക്കെ, ഏത് കണ്ടീഷനിലാണ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഉപയോഗിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ ബെൽറ്റിനെ കുറിച്ച് പറഞ്ഞു, ക്രോസ് ബെൽറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, രണ്ട് പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഓപ്പൺ ബെൽറ്റും ക്രോസ് ബെൽറ്റും ഉപയോഗിക്കുന്നത്. ഓപ്പൺ ബെൽറ്റിലാവുമ്പോൾ എന്ത് ചെയ്യും? ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ക്രോസ് ബെൽറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? അത് രണ്ടും ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രൈവ് ആണ് എന്ത്? ക്വാർട്ടർ ടേൺ ഡ്രൈവ്. ഓക്കെ, നെക്സ്റ്റ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക, എന്നാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്താണെന്ന് നോക്കാം, ആ ഡ്രൈവിന്റെ പ്രത്യേകത നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഡ്രൈവർ ഷാഫ്റ്റ്. ഓക്കെ, നമ്മുടെ ഡ്രൈവർ ഗിയർ എവിടുന്നാണ് നമുക്ക് പവർ ലഭിക്കുന്ന ആ ഷാഫ്റ്റ്, അതിലുള്ള ഗിയർ ഉണ്ട്, ആ ഷാഫ്റ്റ് ആണ് ഡ്രൈവർ ഷാഫ്റ്റ്. നമുക്ക് എവിടേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, അതാണ് ഡ്രിവൺ ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡ്രൈവർ ഷാഫ്റ്റ് നോക്കുക, അതിൽ രണ്ട് പുള്ളികൾ നമുക്ക് കാണാം. ഓക്കെ, അതിന് ഫാസ്റ്റ് പുള്ളി എന്ന് പറയും, അതിന് നമ്മൾ ലൂസ് പുള്ളി എന്ന് പറയും. ഓക്കെ, ഈ ഫാസ്റ്റ് പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് പുള്ളി ഫുൾ ടൈം, അതായത് ഏത് സമയത്തും ഈ ഷാഫ്റ്റുമായിട്ട് മെഷ് ചെയ്തിട്ട് കീ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫാസ്റ്റ് ആൻഡ് പുള്ളി എന്ത് ചെയ്യും? ഫ്രീ ആയി ഇതിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. എന്നാൽ ഈ ലൂസ് പുള്ളി എന്ന് പറയുന്നത് ലൂസ് ആയിട്ട് കിടക്കാൻ ഈ ഷാഫ്റ്റിന്റെ കൂടെ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല. ഓക്കെ, ഒരു പുള്ളി അവിടെ ഉണ്ട് എന്നുള്ളൂ, ഇത് ഷാഫ്റ്റിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പുള്ളിയല്ല. ഓക്കെ, ഇത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഷാഫ്റ്റിന്റെ കൂടെ അതേ കീവേയിൽ തന്നെ ലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റ്, നമുക്ക് പവർ ഇങ്ങോട്ടാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ചില സമയത്ത് നമുക്ക് ഇവിടെ പവർ വേണ്ടാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഈ ബെൽറ്റ് എന്ത് ചെയ്യും? ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഈ ലൂസ് പുള്ളിയിലേക്ക് നമ്മൾ മാറ്റിയിടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ കറക്റ്റ് നമ്മൾ നിർത്താതെ തന്നെ എന്ത് ചെയ്യും? ഇവിടേക്കുള്ള പവർ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടേക്കുള്ള പവർ നമുക്ക് കട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ബെൽറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ ലൂസ് പുള്ളിയിലേക്ക് മാറ്റിയിടും. ലൂസ് പുള്ളി എന്തായിരിക്കും? ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഈ ഷാഫ്റ്റ് എന്തായിരിക്കും? നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഷാഫ്റ്റ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് പവർ വീണ്ടും ആവശ്യമുള്ളത്, ആ സമയത്ത് എന്ത് ചെയ്യും? ബെൽറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ഫാസ്റ്റ് പുള്ളിയിലേക്ക് മാറ്റിയിടും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈവർ ഷാഫ്റ്റിൽ രണ്ട് പുള്ളി ഉണ്ടാവും, ഒന്ന് ഫാസ്റ്റ് പുള്ളി, ഒന്ന് ലൂസ് പുള്ളി. ഫാസ്റ്റ് പുള്ളി ഷാഫ്റ്റുമായിട്ട് കീഡ് ആണ്, ലോക്കഡ് ആണ്. ലൂസ് പുള്ളി ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രിവൺ പുള്ളിയിലേക്ക് നമുക്ക് പവർ ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഫാസ്റ്റ് പുള്ളിയിൽ നിന്ന് ബെൽറ്റ് എടുത്തിട്ട് ലൂസ് പുള്ളിയിലേക്ക് ഇടും. ആ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആ സമയത്ത് വീണ്ടും ഈ ബെൽറ്റ് എടുത്തിട്ട് ഫാസ്റ്റ് പുള്ളിയിലേക്ക് ഇടും. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോക്കാം, ഡ്രിവൺ ഷാഫ്റ്റ് ഈസ് ടു ബി സ്റ്റാർട്ടഡ് ഓർ സ്റ്റോപ്ഡ്. ഈ ഷാഫ്റ്റ് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, വെനെവർ ഡിസൈഡ് നമ്മൾ ഇഷ്ടം പോലെ വിത്തൗട്ട് ഇന്റർഫേസിങ് വിത്ത് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഡ്രൈവിംഗ് ഷാഫ്റ്റിന്റെ കറക്കമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാം. ഈ ഷാഫ്റ്റിയുടെ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴാണ് ഇത് ഓഫ് ആക്കി ഓൺ ആക്കി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇതിന്റെ കറക്കത്തെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല, ബെൽറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ ഓഫ് ജോക്കി പുള്ളി ഈസ് ടു. ഓക്കെ, KWയുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അഞ്ചാമത്തെ ഡ്രൈവ് ആണ് ജോക്കി പുള്ളി ഡ്രൈവ്. ഓക്കെ, ഓപ്ഷൻ എ റെഡ്യൂസ് ടെൻഷൻ ഇൻ ബെൽറ്റ്, ഓപ്ഷൻ ബി മെയിൻറ്റെയിൻ പ്രോപ്പർ ടെൻഷൻ ഇൻ ബെൽറ്റ്, ഓപ്ഷൻ സി ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ബെൽറ്റ്, ഓപ്ഷൻ ഡി ചേഞ്ച് ദ വെലോസിറ്റി റേഷ്യോ. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ ഓഫ് ജോക്കി പുള്ളിയുടെ ഫംഗ്ഷൻ എന്താണ് ചോദിച്ചത്. ഓക്കെ, ജോക്കി പുള്ളി ഡ്രൈവ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എന്തായിരിക്കും? നമ്മുടെ ആർക്ക് ഓഫ് കോണ്ടാക്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്ത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഈ ബെൽറ്റ് ഇങ്ങനെ ലൂസായി കിടന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ആർക്ക് ഓഫ് കോണ്ടാക്ട് കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ ബെൽറ്റിൽ എപ്പോഴും പ്രോപ്പർ
ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന പുള്ളിയാണ്. ടെൻഷൻ കുറവുള്ള സമയത്ത് പ്രോപ്പർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പുള്ളിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡ്ലർ പുള്ളി അല്ലെങ്കിൽ ജോക്കി പുള്ളി എന്ന് പറയും. ഓക്കെ, ഇത്തരം ഡ്രൈവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോക്കി പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, മെയിൻറ്റെയിൻ പ്രോപ്പർ ടെൻഷൻ ഇൻ ദി ബെൽറ്റ്. ബെൽറ്റിൽ പ്രോപ്പർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ഡ്രൈവിനെയാണ് എന്ത് പറയുന്നത് ജോക്കി പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻറ്റെയിൻ പ്രോപ്പർ ടെൻഷൻ ഇൻ ദി ബെൽറ്റ്. റെഡ്യൂസ് അല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രോപ്പർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നൽകുന്ന തരം ഡ്രൈവുകളെയാണ് എന്ത് പറയുന്നത് നമ്മൾ ജോക്കി പുള്ളി ഡ്രൈവ്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, next question. Which of the following is not a positive drive? താഴെ കൊടുത്തിരിക്കുന്നതിൽ പോസിറ്റീവ് ഡ്രൈവ് അല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ബെൽറ്റ്, ഓപ്ഷൻ ബി ഗിയർ ഡ്രൈവ്, ഓപ്ഷൻ സി ഷാഫ്റ്റ് ഡ്രൈവ്, ഓപ്ഷൻ ഡി ചെയിൻ ഡ്രൈവ്. ഓക്കെ, അപ്പൊ പ്രധാനമായി രണ്ട് തരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ ആണുള്ളത്, പോസിറ്റീവ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷനും നെക്സ്റ്റ് ഫ്രിക്ഷണൽ ടൈപ്പ് പവർ ട്രാൻസ്മിഷനും. ഈ കൊടുത്തിരിക്കുന്നതിൽ ഗിയർ ഡ്രൈവും ഷാഫ്റ്റ് ഡ്രൈവും ചെയിൻ ഡ്രൈവും ഒക്കെ എന്താണ് പോസിറ്റീവ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, പോസിറ്റീവ് ഡ്രൈവ് എന്ന് വെച്ചാൽ സ്ലിപ്പ് ഇല്ലാത്ത തരം ഡ്രൈവുകൾ നമ്മൾ പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണം നടക്കുന്ന പവർ ട്രാൻസ്മിഷൻ ആണ് എന്ത് ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും അവിടെ സ്ലിപ്പ് ഉണ്ടാവും. ഓക്കെ, സ്ലിപ്പ് ഇല്ലാത്ത തരം ഡ്രൈവുകളെ പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയുന്നത്. ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ എന്താണ് സ്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ, അപ്പോൾ ബെൽറ്റ് ഡ്രൈവ് എന്താണ് ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ല, സ്ലിപ്പ് ഉള്ള തരം ഡ്രൈവ് ആണ്. സ്ലിപ്പ് ഇല്ലാത്ത തരം ഡ്രൈവുകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡ്രൈവ്. പോസിറ്റീവ് ഡ്രൈവ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഗിയർ ഡ്രൈവ്, ഷാഫ്റ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ് ഒക്കെ എന്താണ് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. ഓക്കെ, എന്താണ് ബെൽറ്റ് സ്ലിപ്പ് നോക്കാം. It is the insufficient frictional grip between pulley and belt. Okay, ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഇൻസഫിഷ്യന്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഗ്രിപ്പ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബെൽറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. V-belts are usually used for option A long drive, option B short drive, option C long and short drive, ഓപ്ഷൻ ഡി സ്പ്രോക്കറ്റ് ഡ്രൈവ്സ്. ഓക്കെ, അപ്പോൾ വി ബെൽസ് ഏത് തരം ഡ്രൈവുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഏതൊക്കെ ടൈപ്സ് ആണ് ബെൽറ്റുകൾ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായും 4 തരത്തിലുള്ള ബെൽറ്റുകളാണ്. ഫ്ലാറ്റ് ബെൽറ്റ്, 2 വി ബെൽറ്റ്, 3 സർക്കുലർ ബെൽറ്റ്, 4 ടൂത്ത്ഡ് ബെൽറ്റ്. ഓക്കെ, ഇങ്ങനെ 4 തരം ബെൽറ്റുകളാണുള്ളത്. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ കാണുന്നതാണ്. എല്ലാ ബെൽറ്റുകളും നമ്മൾ കാണുന്നത് തന്നെയാണ് ഫ്ലാറ്റ് ബെൽറ്റ്. വി ബെൽറ്റ് നമ്മളെ ഓട്ടോമൊബൈൽ കാറുകളിലൊക്കെ ഉള്ള തരം ബെൽറ്റ് തന്നെയാണ് വി ബെൽറ്റ്. നെക്സ്റ്റ് സർക്കുലർ ബെൽറ്റ്, അത് വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ, അതൊരു ഇമ്പോർട്ടന്റ് PSC ക്വസ്റ്റ്യൻ ഏരിയയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ. വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ഒരിക്കലും ട്രയാങ്കുലർ സെക്ഷൻ അല്ല, അതിന്റെ സെക്ഷൻ ട്രപ്പസോയിഡൽ സെക്ഷൻ ആണ്. നോക്കുക, ഇത് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ എന്താണ്? വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ട്രയാങ്കുലർ അല്ല, ട്രപ്പസോയിഡൽ സെക്ഷൻ ആണ് വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റിന്റെ ക്രോസ് സെക്ഷനും ചോദിക്കാറുണ്ട്, അത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, സർക്കുലർ ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ സർക്കിൾ ആണ്. ടൂത്ത് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബെൽറ്റ് പോലെ തന്നെയാണ്. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് ഇതിന്റെ അകത്ത് ടൂത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൂത്തുകൾ ഇതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം ബെൽറ്റുകൾ എന്ത് പറയും? ടൂത്ത്ഡ് ബെൽറ്റുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ വി ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഷോർട്ട് ഡ്രൈവുകൾക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മള് വി ബെൽറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറെ ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മള് വി ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ലോങ് ഡ്രൈവുകളിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ബെൽറ്റുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ഫ്ലാറ്റ് ബെൽറ്റുകളാണ് ലോങ് ഡ്രൈവിന് ചൂസ് ചെയ്യുന്നത്. ഷോർട്ട് ഡ്രൈവിന് നമ്മൾ വി ബെൽറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, next question. Which of the following is not an advantage of toothed belt drive? Option A silent drive, option B lowest cost, option C long life, option D no need of lubrication. Okay, അപ്പോൾ ടൂത്ത്ഡ് ബെൽറ്റ് എന്താ നമ്മൾ പറഞ്ഞു. ഓക്കെ, ടൂത്ത്ഡ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലാറ്റ് ബെൽറ്റ് പോലെ തന്നെയാണ്. ഇതിനകത്ത് എന്തായിരിക്കും നമ്മൾ ടൂത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന പുള്ളി ഇതുപോലെ തന്നെ ആയിരിക്കും. ആ പുള്ളിയുടെ പുറത്ത് എന്തായിരിക്കും ടൂത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ടൂത്ത്ഡ് പുള്ളിയിലായിരിക്കും എന്ത് ചെയ്യുക ഈ ടൂത്ത്ഡ് ബെൽറ്റ് സഞ്ചരിക്കുക. ഓക്കെ, അതൊരു ടൂത്ത്ഡ് ടൈപ്പ് ഡ്രൈവ് ആണ്. ഓക്കെ,
അപ്പൊ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒന്ന് സൈലന്റ് ഡ്രൈവ് ആയിരിക്കും. ഓക്കെ, മറ്റുള്ള ബെൽറ്റ് ഡ്രൈവുകളെ അപേക്ഷിച്ച് സൈലന്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇത് പ്രവർത്തിക്കുന്ന സമയത്ത്. മറ്റുള്ള ബെൽറ്റ് ഡ്രൈവുകളെ അപേക്ഷിച്ച് ശബ്ദം വളരെ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലോവസ്റ്റ് കോസ്റ്റ് ആണ് ഈ ബെൽറ്റ്, ലോവസ്റ്റ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് നോ നീഡ് ഓഫ് ലൂബ്രിക്കേഷൻ. ഓക്കെ, ലൂബ്രിക്കേഷന്റെ ആവശ്യമില്ല, ഓയിലോ സംഭവമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മറ്റുള്ള സാധാ ബെൽറ്റ് ഡ്രൈവുകൾക്കും നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ കേസ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊരു, ഞാൻ പറഞ്ഞു ടൂത്തഡ് ടൈപ്പ് ഡ്രൈവ് ആണ്. ഓക്കെ, ടൂത്തഡ് ടൈപ്പ് ഡ്രൈവ് ആണ് നമ്മളെ ഗിയർ ഡ്രൈവ്. ഓക്കെ, ഗിയർ ബോക്സ് ഒക്കെ എന്താണ് ടൂത്തഡ് ഗിയർ ഡ്രൈവുകൾ ഉപയോഗിക്കുന്നതാണ്. ഗിയർ ബോക്സ് ഒക്കെ എന്താണ് നമ്മൾ ഓയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചെയിനും ഒരു ടൂത്തഡ് ഡ്രൈവ് തന്നെയാണ്. ഓക്കെ, ചെയിൻ ഡ്രൈവ്, ചെയിനിൽ നമ്മൾ സൈക്കിളിലായാലും ബൈക്കിലായാലും നമ്മൾ എന്ത് ചെയ്യും, ചെയിൻ ഡ്രൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ലൂബ്രിക്കേഷൻ കൊടുക്കാൻ നമ്മൾ ഓയിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു ടൂത്ത് ഡ്രൈവ് ആണെങ്കിൽ എന്താണ് ഇവിടെ ലൂബ്രിക്കേഷന്റെ ആവശ്യമില്ല. അതും ഈ ടൂത്ത് ടൈപ്പ് ബെൽറ്റ് ഡ്രൈവിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ സി ലോങ് ലൈഫ്. ഇത് ഒരു അഡ്വാൻറ്റേജ് അല്ല, ഈ ബെൽറ്റ് എന്താണ് ലോങ് ലൈഫ് കിട്ടാറില്ല യൂഷ്വലി. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, ഇത് ഷോർട്ട് ലൈഫേ കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതില്, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ, ലോങ് ലൈഫ്. ഇത്തരം ബെൽറ്റുകൾ നമുക്ക് ഷോർട്ട് ലൈഫേ കിട്ടാറുള്ളൂ, കാരണം അത് വേറെ ടയറോ കാരണം പെട്ടെന്ന് ഈ പല്ലുകളിലൊക്കെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട, അപ്പം ഷോർട്ട് ലൈഫേ കിട്ടാറുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഈ ബെൽറ്റ് എന്ത് ചെയ്യില്ല, ലോങ് ലൈഫ് കിട്ടാറില്ല. ഓക്കെ, അപ്പോ ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ച് ഒരു കൺസെപ്റ്റും ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവും പിന്നെ പ്രത്യേക തരം വിവിധ തരം ബെൽറ്റുകളെ പറ്റിയും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ് എടുത്തതിൽ വല്ല ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ക്ലാസ് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.